വഖഫ് ബോർഡ് മുനമ്പം ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതോടെ ആശങ്കയിലായിരിക്കുകയാണ് ആ പ്രദേശത്തെ ജനങ്ങൾ. പുതിയ സർക്കാർ തർക്കങ്ങൾ പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിനിടെയാണ് വഖഫ് ബോർഡിൻ്റെ തിടുക്കപ്പെട്ടുള്ള ഈ നീക്കം. മറ്റു വഴികളിൽ വീണ്ടും സമരം ആരംഭിക്കാനാണ് പ്രദേശവാസികളുടെ നീക്കം. മുനമ്പം ഭൂമി വഖഫ് ബോർഡ് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതോടെ വീണ്ടും ആശങ്കയുടെ ഒരു തീരമായിട്ട് മുനമ്പം മേഖല മാറുകയാണ്. 404 ഏക്കർ ഭൂമിയാണ് ഈ രീതിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ളത്. നിലവിൽ പുതിയ സർക്കാരിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ച മുനമ്പം നിവാസികൾ നിൽക്കുകയാണ്. കാരണം വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് 10 മിനിറ്റ് കൊണ്ട് ഈ വിഷയങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ്. അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയാണ് കേരളത്തിന്. അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയിൽ നിൽക്കുമ്പോഴാണ് ഈ രീതിയിലുള്ളൊരു പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നത്. വളരെ ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ നമുക്കൊപ്പം സമരസമിതിയുടെ കൺവീനർ ജോസഫ് ബെന്നി ചേരുന്നു. വളരെ ആശങ്ക നിറഞ്ഞ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നാണ്. ഇപ്പോൾ ഞങ്ങൾ ആശങ്കയിലാണ്. കാരണം കേരള വഖഫ് ബോർഡിൻ്റെ തെറ്റായ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഒരു നിലപാടുള്ള ഒരു മുഖ്യമന്ത്രിയായിട്ടാണ് ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ അവർകളെ കേരളത്തിലും അതേപോലെ തന്നെ പൊതുസമൂഹം മുഴുവനും കണക്കാക്കുന്നത്. അതുകൊണ്ട് അടിയന്തിരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് പെട്ടെന്ന് തന്നെ ഈ പ്രശ്നം തീർത്തു തരുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു സമരത്തിൻ്റെ ഒരു സാഹചര്യങ്ങൾ തന്നെയാണോ വീണ്ടും വരുന്നത്? ആ രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. രീതിയിലേക്ക് തന്നെയാണ് സമരത്തിൻ്റെ ഒരു സാഹചര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അമ്മ, ഇത് ഇവിടെ പ്രദേശത്തുകാരിയാണല്ലോ. ഞങ്ങൾ ഈ സമരത്തിൻ്റെ ഇത് സാറ് ഞങ്ങളെ പരിഹരിച്ച് തരണം എന്ന് ഞങ്ങൾ എല്ലാ ജനങ്ങളും കൂടി അഭിപ്രായപ്പെടുന്നു. ഞങ്ങൾക്കിപ്പോൾ ഭയങ്കര ദുരിതത്തിലാണ് ഈ ആളിലൊക്കെ ജീവിക്കേണ്ടത്. ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് അവസ്ഥയാണ്. പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് പട്ടയൊക്കെ ഒന്ന് വെക്കാനൊന്നും നമുക്ക് പറ്റണില്ല. ഭയങ്കര ഗതികളാണ്. ഒരു നേഴ്സിങ്ങിന് പോയേക്ക് അതിന് ഇപ്പോൾ കാശ് പോലും ഇട്ട് കൊടുക്കാൻ പറ്റാണ്ട് ഞങ്ങൾ വിഷമിക്കുന്നു. നമ്മുടെ പട്ടയങ്ങളൊന്നും സൊസൈറ്റികളിലോ അങ്ങനെ ഒരു ബാങ്കിലും എടുക്കണില്ല. ഇപ്പം 5 വർഷമായി ഞങ്ങൾ ഇതിൻ്റെ പുറകെ ഇങ്ങനെ തൂങ്ങിപ്പിടിച്ച് നടക്കണത് തന്നെ. ഇപ്പം സതീഷ് സാറ് അന്ന് ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് 5 മിനിറ്റ് കൊണ്ട് ഇത് ഞങ്ങൾക്ക് തീർത്തു തരാമെന്ന് പറഞ്ഞതാണ്. ഇപ്പൊ സാറ് തന്നെയാണ് ഇപ്പൊ മുഖ്യമന്ത്രി അയക്കുന്നത്. അപ്പൊ സാറിന് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ സാധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.